നമ്മളിന്നുള്ളത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോയിൽ കയറാണ്. നമ്മുടെ സ്വന്തം കൊച്ചി വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. ഇന്ന് ക്രിസ്മസ് ദിനത്തിലാണ് നമ്മൾ ഹൈക്കോടതി ടെർമിനലിലുള്ള വാട്ടർ മെട്രോയിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ മട്ടാഞ്ചേരിക്കാണ് പോകുന്നത്. ഇവിടെ നിന്നും മട്ടാഞ്ചേരിക്ക് ഏകദേശം 5 കിലോമീറ്ററുകളുണ്ട്. ശരിക്കും കറങ്ങി തിരിഞ്ഞ് പോകണമെങ്കിൽ ബസ്സിലേക്ക് പോകണമെങ്കിൽ നമുക്കൊരു 12-13 കിലോമീറ്റർ ഉണ്ടാവും. അത് നമുക്ക് 5 കിലോമീറ്ററിൽ അങ്ങോട്ട് എത്താൻ സാധിക്കട്ടെ. ഇന്ന് ക്രിസ്മസ് ആയ കാരണം കൊണ്ടാണ് ഇത്രയും തിരക്ക്. അല്ലാത്ത ദിവസങ്ങളിലൊന്നും ഇത്ര തിരക്കില്ല. സ്ഥിരം യാത്രക്കാരുണ്ടാവും. നിങ്ങൾക്ക് ക്യൂ നിൽക്കാതെ തന്നെ മെട്രോ കാർഡ് വെച്ച് ഇവിടെ കയറാൻ പറ്റും. ആ ബാർകോഡ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വന്നിട്ടുണ്ട്. നമ്മളിവിടെ ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ പറയണം നമ്മളെവിടേക്കാന്നുള്ളത്. ഞാൻ മട്ടാഞ്ചേരിക്കാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കാർഡ് കിട്ടും. ഈ കാർഡ് അവിടെ ഇറങ്ങുന്നവരെ കയ്യിൽ വെക്കണം. ഇതുണ്ടെങ്കിൽ നമുക്കവിടെ തിരിച്ചിറങ്ങാൻ പറ്റുള്ളൂ. നമ്മുടെ ഹൈക്കോടതിയിൽ നിന്ന് അവിടുന്ന് മട്ടാഞ്ചേരി വരെ 50 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ ഹൈക്കോടതി വൈപ്പിനാണ് തിരക്കുള്ള ഒരു മെട്രോ വഴി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ നമ്മുടെ മെട്രോയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ മെട്രോയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ വാട്ടർ മെട്രോയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു. നമ്മുടെ വാട്ടർ മെട്രോ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഹൈബ്രിഡ് ഇലക്ട്രിക് വാട്ടർ മെട്രോ ആണ്. അത് പ്രകൃതി സൗഹൃദമായ ഒരു വെഹിക്കിൾ എന്ന് വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ്. ഫുള്ള് ഗ്ലാസ്സൊക്കെ ഇട്ട് AC ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉള്ളിൽ മൊത്തം AC ആണ്. അപ്പോൾ കയറിയവർക്ക് അറിയായിരിക്കും, കയറാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ലക്ഷറി യാത്ര തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ് നമ്മൾ കായലിൽ കൂടെ ഇങ്ങനെ കാഴ്ചകൾ കണ്ടിങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ ഈ ഒരു കൊച്ചി വാട്ടർ മെട്രോയിലുള്ള യാത്ര. എന്തായാലും ഗംഭീരമായിരുന്നു. എല്ലാ സർവീസും അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ കയറിയിരുന്നു. അങ്ങനെ നമ്മുടെ വാട്ടർ മെട്രോ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുക കേട്ടോ. കാരണം ഒരുപാട് പേര് സീറ്റിലിരുന്നു, ഒരുപാട് പേർക്ക് സീറ്റ് കിട്ടിയില്ല. എന്നാലും കുഴപ്പമില്ല, നിന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്കിതാ ഒരുപാട് സർവീസുകൾ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മെട്രോയ്ക്ക് ഒരുപാട് സർവീസുകളുണ്ട്. ഹൈക്കോടതി വൈപ്പിൻ 20 മിനിറ്റാണ് അതിന് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു സർവീസ് കേട്ടോ. അതുപോലെ തന്നെ വൈറ്റ്ല കാക്കനാട്, അത് ഇൻഫോ പാർക്കിലുള്ളവർക്ക് എളുപ്പവഴി തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഹൈക്കോടതി ബോൾഗാട്ടി, അത് വിനോദസഞ്ചാരികൾക്കും എളുപ്പമുള്ളത് തന്നെ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ സൗത്ത് ചിറ്റൂർ, ചേരാനല്ലൂർ, അങ്ങനെ ഒരുപാട് സർവീസുകളുണ്ട്. അതുപോലെ തന്നെ മെയിൻ സർവീസാണ് ഫോർട്ട് കൊച്ചി ഹൈക്കോടതി. അപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഫോർട്ട് കൊച്ചി വരെ വിനോദസഞ്ചാരികൾക്ക് സഞ്ചരിക്കാൻ പറ്റിയ ഒരു അടിപൊളി വഴിയും കൂടിയാണ് കേട്ടോ. അതുപോലെ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. നമ്മുടെ സ്വന്തം കണ്ടെയ്നർ ടെർമിനൽ, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ട് കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്കിങ്ങനെ യാത്ര നടത്താം. അപ്പോൾ ഒരുപാട് നമ്മുടെ മെട്രോ സർവീസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുമ്പോൾ ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ പോണ വഴിക്ക് നമുക്ക് ഒരുപാട് കാഴ്ച, ഈ ഒരു ഡോൾഫിനെ നമുക്ക് കാണാൻ പറ്റി. അതും വളരെ സന്തോഷം തന്ന കാഴ്ചയായിരുന്നു. കാരണം എല്ലാവരും തുള്ളിച്ചാടുണ്ടായിരുന്നു കേട്ടോ ഡോൾഫിനെ കണ്ടപ്പോൾ. എന്തായാലും അത് അടിപൊളി. അങ്ങനെ ഇതുപോലത്തെ കാഴ്ചകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ഭാഗം നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ഒരുപാട് കപ്പലുകളും ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്ത് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട്, നിങ്ങളിപ്പോൾ ക്രിസ്മസിന് അല്ലെങ്കിൽ ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷിക്കുന്നവർ ഈ ഒരു യാത്ര നടത്തി നോക്കണം. അതൊരു വേറെ വൈബ് തന്നെ ആയിരിക്കും. ഒരുപാട് പേര് നടത്തിയിട്ടുണ്ടാവും, നടത്താത്തവർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ബോൾഗാട്ടി പാലസിൻ്റെ അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട്, ഒരു ടെർമിനൽ ഉണ്ട്. അവിടെ നിർത്തും. അവിടെ ആൾക്കാർ ഇറങ്ങാനുണ്ടോ എന്ന് നമ്മുടെ ക്യാപ്റ്റൻ വന്ന് ചോദിക്കും. എന്നിട്ട് ഡോർ തുറക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നേരെ നമ്മുടെ യാത്ര നമ്മൾ മട്ടാഞ്ചേരിയിൽ തുടർന്നുകൊണ്ടിരിക്കട്ടെ. നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ നമ്മുടെ മട്ടാഞ്ചേരി ടെർമിനൽ കാണാൻ സാധിച്ചു. അപ്പോൾ അവിടെ ഒരുപാട് വാട്ടർ മെട്രോസ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വന്ന് തിരിച്ചു പോണ വഴിയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മട്ടാഞ്ചേരിയിൽ വന്നിട്ട് മട്ടാഞ്ചേരിയിൽ പള്ളിയൊക്കെ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഇവിടെ വരാം. ഇവിടെ വന്നതിന് ശേഷം റിട്ടേൺ നിങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്താൽ ഫോർട്ട് കൊച്ചിക്കോ അല്ലെങ്കിൽ വൈപ്പിനിലേക്കോ അങ്ങനെ പല സ്ഥലത്തേക്ക് നമുക്ക് ടിക്കറ്റ് അവിടുന്ന് കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു ദിവസം വന്നാൽ അടിച്ച് പൊളിച്ച് വാട്ടർ മെട്രോയിൽ കറങ്ങാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നിങ്ങളുടെ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ യാത്രകളിലൂടെ ആണെങ്കിൽ പെട്ടെന്ന് എത്താനും സാധിക്കും. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാനും സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാട്ടർ മെട്രോ തിരിച്ച് റിട്ടേൺ പോണതാണ്. അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റ് ഗ്യാപ്പിൽ വാട്ടർ മെട്രോ സർവീസ് നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ അത്ര സമയം എടുത്തു ഒരു മെട്രോ നമ്മുടെ സ്റ്റേഷനിലേക്ക് എത്താനായിട്ട്. അപ്പോൾ എന്തായാലും ഗംഭീരമായിട്ടുള്ള സർവീസ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ സ്വന്തം മട്ടാഞ്ചേരി ടെർമിനലിൽ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡോറ് തുറന്നു വരും. നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങാം. ഞാൻ പിന്നെ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല. അവിടെ നിന്ന് തന്നെ അടുത്ത ടിക്കറ്റ് എടുത്ത് അടുത്ത കാർഡ് എടുത്തിട്ട് നമ്മൾ തിരിച്ച് ഹൈക്കോടതിയിലേക്ക് വരികയാണ്. അപ്പോൾ എന്തായാലും തിരിച്ച് വന്ന യാത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഞാൻ നിന്ന് യാത്ര ചെയ്ത് നോക്കി. പക്ഷേ ഗംഭീരമായിരുന്നു കേട്ടോ. നമ്മൾ
നിന്നിട്ട് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് മന്ത്ലി പാസ് എടുക്കണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല റേറ്റ് കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ഥിരം യാത്രക്കാരാണെന്ന് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നുള്ളൂ, ലാഭം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോയുടെ യാത്ര ഗംഭീരമായിരുന്നു, അതും ക്രിസ്മസ് ദിനത്തിൽ. ഒരുപാട് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് പേര് വന്ന് ഇത് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്വന്തം നാട്ടിൽ. കാരണം ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ നമ്മുടെ കൊച്ചിയിലാണെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.